Welcome to the video of AVR interrupts part 2. Sources of interrupts in AVR. There are many sources of interrupts in the AVR depending on which peripheral is connected to the chip. AVR-നകത്ത് ഒരുപാട് series of microcontrollers ഉണ്ട്. ഓരോ സീരീസിലും ഡിഫറെൻറ്റ് ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ചിപ്പിനകത്തുള്ള പെരിഫറൽസിൻ്റെ എണ്ണവും അതിൻ്റെ കോൺഫിഗറേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻ്ററപ്റ്റ് സോഴ്സുകളുടെ എണ്ണം ഓരോ ഐസിക്കകത്തും ഡിഫറെൻ്റ് ആയിരിക്കും. Some of the important interrupt sources in an AVR microcontroller are 2 interrupt sources for each timer. ഓരോ ടൈമറിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇൻ്ററപ്റ്റുകൾ ഉണ്ടാവും. 3 interrupt for external hardware which are INT0, INT1 and INT2 respectively. എക്സ്റ്റേണൽ ആയിട്ട് ഉള്ള ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇൻ്ററപ്റ്റ് പിന്നുകളുണ്ട്, ഇൻ്ററപ്റ്റ് സോഴ്സുകളുണ്ട്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് 3 interrupts. സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് 3 ഇൻ്ററപ്റ്റുകളുണ്ട്. ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഇൻ്ററപ്റ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള AVR ഇൻ്ററപ്റ്റ്സ്. ഇത് കൂടാതെ AVR-നകത്തുള്ള ഡിവൈസസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ DAC ഉണ്ടെങ്കിൽ DACക്ക് അനുസരിച്ചുള്ള ഇൻ്ററപ്റ്റ്സ് ഉണ്ടാവും. അതുപോലെ ഓരോ ഡിവൈസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇൻ്ററപ്റ്റ്സിൻ്റെ സോഴ്സസിൻ്റെ എണ്ണവും ഡിഫറെൻ്റ് ആയിരിക്കും. Enabling and disabling AVR interrupts. Upon reset, all interrupts are disabled. മൈക്രോകൺട്രോളർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻ്ററപ്റ്റും ഡിഫോൾട്ട് ആയിട്ട് ഡിസേബിൾ ആയിരിക്കും ഉണ്ടാവുക. The interrupts must be enabled by software for the microcontroller to respond to them. അപ്പോൾ ആ ഇൻ്ററപ്റ്റിനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രോഗ്രാം ഉപയോഗിച്ച് ഇനേബിൾ ചെയ്താൽ മാത്രമേ മൈക്രോകൺട്രോളർ ആ ഇൻ്ററപ്റ്റ്സിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. The D7 bit of the status register is used to enable or disable interrupts globally. സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള D7th ബിറ്റ് അതായത് I എന്ന് പറയുന്ന ഫ്ലാഗ് ഇറ്റ് ഈസ് കോൾഡ് ഗ്ലോബൽ ഇൻ്ററപ്റ്റ് ഇനേബിൾ. അതാണ് സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ സ്ട്രക്ചർ. 8 ബിറ്റ് ഉണ്ടായിരുന്നു D0 to D7 വരെ. D7 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ I എന്ന് പറഞ്ഞ ഫ്ലാഗ് ഇറ്റ് ഈസ് കോൾഡ് ഗ്ലോബൽ ഇൻ്ററപ്റ്റ് ഇനേബിൾ ഫ്ലാഗ്. അപ്പോൾ ഈ I എന്ന് പറഞ്ഞ ഫ്ലാഗ് 1 ആണെങ്കിൽ മാത്രമേ ഇൻ്ററപ്റ്റ്സ് ഇനേബിൾ ആവുള്ളൂ. ഈ I എന്ന് പറഞ്ഞ ഫ്ലാഗ് 0 ആണെങ്കിൽ എല്ലാ ഇൻ്ററപ്റ്റ്സും ഡിസേബിൾ ആയിരിക്കും. Now the steps in enabling an interrupt. The first step is bit D7, that is the I flag of status register, must be set to high to enable all interrupts. This is done with the SEI instruction. നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ SEI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റാറ്റസ് രജിസ്റ്ററിലെ D7 എന്ന ഫ്ലാഗ് 1 ആക്കാം. C പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ SEI എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടും സ്റ്റാറ്റസ് രജിസ്റ്ററിലെ D7 ബിറ്റ് 1 ആക്കാൻ പറ്റും. If I equal to 1, each interrupt is enabled by setting high the IE interrupt enable flag bit for that interrupts. അപ്പോൾ I എന്ന് പറഞ്ഞ ഗ്ലോബൽ ഇൻ്ററപ്റ്റ് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ഇൻ്ററപ്റ്റ്സും ഇനേബിൾ ആക്കാനും ഡിസേബിൾ ആക്കാനും വേണ്ടിയിട്ട് ആ ഇൻ്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്ററപ്റ്റ് ഇനേബിൾ ഫ്ലാഗ് ബിറ്റ് ഉണ്ടാവും. അതിനെ ഹൈ ആയിട്ട് സെറ്റ് ചെയ്യണം. The TIMSK timer interrupt mask register is used to enable and disable different timer interrupts. അപ്പോൾ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്ററപ്റ്റ്സിനെ ഇനേബിൾ ആക്കാനും ഡിസേബിൾ ആക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് ടൈമർ ഇൻ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ TIMS. ടൈമർ ഇൻ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. D0 to D7 വരെ 8 ബിറ്റ് ഉണ്ട് ഈ രജിസ്റ്ററിനകത്ത്. ഇതിലെ ഓരോ ബിറ്റും ഓരോ ഇൻ്ററപ്റ്റിനെ ഇനേബിൾ ആക്കാനും ഡിസേബിൾ ആക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് 8 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്ററപ്റ്റ്സിനെ ഇനേബിൾ ആക്കാനും ഡിസേബിൾ ആക്കാനും പറ്റും. അപ്പോൾ ദിസ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു ഇനേബിൾ ഓർ ഡിസേബിൾ AVR ടൈമർ ഇൻ്ററപ്റ്റ്സ്. ബിറ്റ്സ് സെറ്റ് ടു ഹൈ വിൽ ഇനേബിൾ ആൻഡ് സെറ്റ് ടു ലോ വിൽ ഡിസേബിൾ ദ ഇൻ്ററപ്റ്റ്സ്. അപ്പോൾ നമ്മളൊരു ബിറ്റ് ഹൈ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻ്ററപ്റ്റ് ഇനേബിൾ ആവുകയും ചെയ്യും. അത് ലോ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്ററപ്റ്റ് ഡിസേബിൾ ആവുകയും ചെയ്യും. ഇനി മൊത്തം 8 ബിറ്റുള്ള ഇൻ്ററപ്റ്റ്സിനെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റും. അതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പ് വരുന്നത് TOIE എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ബിറ്റുകളാണ്. TOIE എന്ന് പറഞ്ഞാൽ ടൈമർ ഓവർഫ്ലോ ഇൻ്ററപ്റ്റ് ഇനേബിൾ. അപ്പോൾ അതിൻ്റെ ഉപയോഗം ടൈമർ ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻ്ററപ്റ്റിനെ
എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിറ്റുകൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് TOIE0, എന്നുവെച്ചാൽ ടൈമർ ഓവർഫ്ലോ ഇൻ്ററപ്റ്റ് എനേബിൾ 0. ടൈമർ 0ൻ്റെ നമുക്ക് TO എന്ന് പറയുന്ന ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ 0 ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. TOIE1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ ഓവർഫ്ലോ ഇൻ്ററപ്റ്റ് എനേബിൾ 1 ആണ്. അപ്പോൾ ടൈമർ 1 ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഒരു ഇൻ്ററപ്റ്റിനെ സെറ്റ് ചെയ്യണമെങ്കിൽ TOIE1 എന്ന് പറയുന്ന ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്താൽ മതി, അതായത് D2 എന്ന് പറയുന്ന ബിറ്റ്. അതേപോലെ TOIE2 ആണെങ്കിൽ ടൈമർ ഓവർഫ്ലോ ഇൻ്ററപ്റ്റ് എനേബിൾ 2 എന്നാണ്. അപ്പം ടൈമർ 2 ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ TOIE2 എന്ന് പറയുന്ന D6 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 ബിറ്റുകളും ടൈമർ ഓവർഫ്ലോ ആവുന്ന ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സെറ്റാണ് OCIE, അതായത് ഔട്ട്പുട്ട് കമ്പയർ ഇൻ്ററപ്റ്റ് എനേബിൾ. അപ്പോൾ ടൈമറിന് 2 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നോർമൽ മോഡുണ്ട്, ഔട്ട്പുട്ട് കമ്പയർ മാച്ച് മോഡുണ്ട്. അപ്പോൾ നോർമൽ മോഡിലാണ് ടൈമർ നോർമലി ഓവർഫ്ലോ ആവുക. ഔട്ട്പുട്ട് കമ്പയർ മാച്ച് മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് കമ്പയർ മാച്ച് ആയി കഴിഞ്ഞാൽ ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ആ ഇൻ്ററപ്റ്റിനെ എനേബിൾ ആക്കാനും ഡിസേബിൾ ആക്കാനും വേണ്ടിയിട്ടാണ് OCIE എന്ന് പറയുന്ന ഫ്ലാഗ് ബിറ്റുകൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇതും 4 ഫ്ലാഗ് ബിറ്റുകളുണ്ട് OCIE ഗ്രൂപ്പിൽ വരുന്നത്. ഫസ്റ്റ് OCIE0 ആണ്. OCIE0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കമ്പയർ ഇൻ്ററപ്റ്റ് എനേബിൾ 0 എന്നാണ് ബിറ്റിൻ്റെ പേര്. അത് ഈ രജിസ്റ്ററിനകത്തുള്ള D1 ലൊക്കേഷനിലാണ്. അപ്പോൾ ടൈമർ 0യുടെ ഔട്ട്പുട്ട് കമ്പയർ ഇൻ്ററപ്റ്റ് എനേബിൾ ചെയ്യണമെങ്കിൽ D1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ബിറ്റ് 1 ആക്കിയാൽ മതി. ഡിസേബിൾ ചെയ്യണമെങ്കിൽ D1 എന്ന് പറഞ്ഞ ബിറ്റ് 0 ആക്കിയാൽ മതി. അതേപോലെ തന്നെ ടൈമർ 1ൻ്റെ ഔട്ട്പുട്ട് കമ്പയർ ഇൻ്ററപ്റ്റ് എനേബിൾ ചെയ്യണമെങ്കിൽ ബിറ്റ് D3ഓ D4ഓ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ടൈമർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 16 ബിറ്റ് ടൈമറാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് ടൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈമർ 1Aയും ടൈമർ 1Bയും. അപ്പോൾ ടൈമർ 1B ഔട്ട്പുട്ട് കമ്പയർ ഇൻ്ററപ്റ്റ് എനേബിൾ ആക്കണമെങ്കിൽ D3 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആക്കണം. ടൈമർ 1A ഔട്ട്പുട്ട് കമ്പയർ ഇൻ്ററപ്റ്റ് എനേബിൾ ചെയ്യണമെങ്കിൽ D4 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആക്കിയാൽ മതി. തന്നെ ടൈമർ 2ൻ്റെ ഔട്ട്പുട്ട് കമ്പയർ ഇൻ്ററപ്റ്റ് എനേബിൾ ചെയ്യണമെങ്കിൽ D7 എന്ന് പറയുന്ന ബിറ്റാണ് 1 ആക്കേണ്ടത്. അപ്പോൾ ഈ 4 ബിറ്റുകളും നമ്മളിവിടെ പറഞ്ഞ ഈ 4 ബിറ്റുകൾ OCIE എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കമ്പയർ മാച്ച് മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് കമ്പയർ മാച്ച് ആയി കഴിഞ്ഞാൽ ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ 4 ബിറ്റുകൾ 1 ആക്കി കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമറിൻ്റെ ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇനി അതിനകത്ത് ലാസ്റ്റ് ഒരു ബിറ്റ് കൂടെ ബാക്കിയുള്ളത് TICIE1. അതിൻ്റെ ഫുൾ ഫോം ടൈമർ ഇൻപുട്ട് ക്യാപ്ചർ ഇൻ്ററപ്റ്റ് എനേബിൾ എന്നാണ്. ടൈമർ 1ന് ഒരു ഇൻപുട്ട് ക്യാപ്ചർ മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിക്കുന്നത് വേവ് ജനറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻപുട്ട് ക്യാപ്ചർ മോഡിൽ ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ D5 എന്ന് പറഞ്ഞ ബിറ്റിനെ 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. These bits along with the I bit of the status register must be set high for an interrupt to respond to. അതായത് ഈ ഇൻഡിവിജ്വൽ ഇൻ്ററപ്റ്റ് മാത്രം 1 ആക്കി സെറ്റ് ചെയ്താൽ പോരാ. അത് ഗ്ലോബൽ ഇൻ്ററപ്റ്റ് ഫ്ലാഗ്, അതായത് സ്റ്റാറ്റസ് രജിസ്റ്ററിലെ I എന്ന് പറയുന്ന ഫ്ലാഗ് കൂടെ 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ ഇൻ്ററപ്റ്റ്സ് എല്ലാം പറ്റുള്ളൂ. പ്രോഗ്രാമിംഗ് ടൈമർ ഇൻ്ററപ്റ്റ്സ് ഇൻ AVR. The timer interrupts are handled using TOV, timer overflow flag in the TIFR register, and TOIE, timer overflow interrupt enable bit in the TIMSK register. അപ്പോൾ ഒരു ടൈമർ TOV എന്ന് പറഞ്ഞ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് ടൈമർ ഓവർഫ്ലോ ആവുന്ന സമയത്ത്. അപ്പോൾ ടൈമർ 0 ഓവർഫ്ലോ ആവുകയാണെങ്കിൽ TOV0 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ് 1 ആവും. അപ്പോൾ TOV എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ്സുകളെല്ലാം ഇരിക്കുന്നത് TIFR എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ്. അതേപോലെ ടൈമർ ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ TOIE എന്ന് പറഞ്ഞിട്ടുള്ള ടൈമർ ഓവർഫ്ലോ ഇൻ്ററപ്റ്റ് ഇനേബിൾ എന്ന് പറഞ്ഞ ബിറ്റ് 1 ആക്കണം. ആ ഫ്ലാഗ് ബിറ്റുകളെല്ലാം ഇരിക്കുന്നത് TIMSK എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ്.
താഴെ കൊടുത്ത ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും ടൈമർ ഇൻ്ററപ്റ്റ് ഫ്ലാഗ് ബിറ്റ്സും അതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സും. അപ്പോൾ നമ്മൾ ടൈമർ 0നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ 0 ഓവർഫ്ലോ ആവുന്ന സമയത്ത് TOV0 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാഗ് ബിറ്റാണ് 1 ആവുക. ടൈമർ 1 ഓവർഫ്ലോ ആവുകയാണെങ്കിൽ TOV1 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റാണ് 1 ആവുക. ടൈമർ 2 ഓവർഫ്ലോ ആവുന്ന സമയത്ത് TOV2 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റാണ് 1 ആവുക. ഈ ഫ്ലാഗ് ബിറ്റുകളെല്ലാം ഇരിക്കുന്നത് TIFR എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ്. അതേപോലെ ഇപ്പോൾ ടൈമർ 0 ഓവർഫ്ലോ ആവുന്ന സമയത്ത് TOV0 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ് 1 ആവും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻ്ററപ്റ്റ് കൂടെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ TOIE0 എന്ന് പറഞ്ഞ ഈ ബിറ്റ് കൂടെ 1 ആക്കണം. അപ്പോൾ ഈ ബിറ്റ് ഇരിക്കുന്നത് TIMSK എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ്, നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ടൈമർ 1 ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യെങ്കിൽ TOIE1 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആക്കണം. ടൈമർ 2 ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ TOIE2 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ് 1 ആക്കണം. അപ്പോൾ ഈ ബിറ്റുകളെല്ലാം ഇരിക്കുന്നത് TIMSK എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ്. അപ്പോൾ ഈ 2 രജിസ്റ്ററും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ ഓവർഫ്ലോ ആവുന്നതും ചെക്ക് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും. ഇനി ഈ ബിറ്റ്സുകളെല്ലാം യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ I എന്ന് പറയുന്ന ഗ്ലോബൽ ഇൻ്ററപ്റ്റ് ഫ്ലാഗ് ബിറ്റ് കൂടെ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇൻ്ററപ്റ്റ്സ് വർക്ക് ചെയ്യുള്ളൂ. താങ്ക് യു.